കിട്ടിയ കോടീശ്വരന്മാരെ രാജാക്കന്മാരുടെ കാലത്താണെങ്കിലോ ഒത്തിരി അങ്ങനെ സ്വർണ്ണം അങ്ങനെയൊന്നും ഇല്ലല്ലോ. ചിലപ്പെങ്കിലും പണ്ടത്തെ ആൾക്കാരുടെ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കിട്ടുമായിരിക്കാം. കിട്ടിയ ഊട്ടി അല്ലെങ്കിൽ ചട്ടി. ഇന്നത്തെ വീട്ടിൽ നിന്ന് അവിടെ നിന്ന് ഇറങ്ങി നേരെ പോകാനാണ് പറഞ്ഞേക്കാം. അപ്പം നേരെ പോവാം. നമ്മൾ അവിടെ നിന്ന് ചെറിയൊരു വളവുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്കാ പോകാം. നേരെ കൊണ്ടേ അപ്പം നേരെ പോയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വളഞ്ഞ് ഈ ഇപ്പുറത്തെ സൈഡിലേക്ക് വളഞ്ഞു. ഇവിടെ ആകുമ്പോൾ അംഗൻവാടി ഉണ്ട്. ചൊല്ലിപ്പോയി ഇങ്ങോട്ടാണ്. അങ്ങോട്ടേക്കാ നിന്ന് എങ്ങോട്ടേക്കാ? ഇങ്ങോട്ട്. നേരെ പോവാം. ഇത് അങ്ങോട്ടേക്കല്ലേ നേരെ കാണിക്കണേ? അങ്ങോട്ടേക്ക് പോവാം. ഇങ്ങനെ പിടിക്കുമ്പോൾ ഇങ്ങനെ വന്ന് ഇങ്ങനെ പോവാം. അപ്പം ഇനി ഇവിടെ നമുക്ക് അങ്ങോട്ട് ചെല്ലണം. നമുക്ക് ഇതുവഴി പോയി നോക്കടാ. ഇതിനകത്ത് ഇങ്ങനെ ഇനി അങ്ങോട്ട് ചെല്ലുമ്പോൾ അങ്ങോട്ട് വളവല്ലേ? ആ വളവാണ് കാണിക്കുന്നത്. അപ്പം അങ്ങോട്ട് പോവാം. ഇവിടെയാണ് വളവുള്ളത്. ഇങ്ങോട്ടാണ് വളവുള്ളത്. അപ്പം ഇതുവഴി പോവാം. ഇങ്ങോട്ടാണ് ഇനി വഴിയുള്ളത്. ഈ വഴി പോയി നമുക്ക് നോക്കാം. കയറ്റം കയറി ഓടിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഈ വഴിയാണ് പോകുന്നത് കേട്ടോ. ഈ വഴി നമ്മൾ പോകും. അവിടെ ഇവിടെ ഒരു മാർക്ക് കൊടുക്കുന്നുണ്ട്. എടാ ഈ വഴിയൊക്കെ നമ്മൾ എന്തോ പ്രാവശ്യം വന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ നിധിയുള്ള കാര്യം നമ്മൾ ഇതുവരെ അറിഞ്ഞിട്ടില്ല. ശബരിമല പോലെ അയ്യോ കാട് പ്രദേശമൊക്കെ. പറഞ്ഞോളൂ കുട്ടിയുണ്ട്. കാണിക്കുന്നത് ഇവിടെ ആയിട്ട് ഇവിടുന്ന് താഴത്തേക്ക് ഇറങ്ങി അടുത്ത സൂചന. എടാ ഇതിനകത്ത് മാപ്പിൽ എങ്ങനെയാ കൊടുത്തേക്കണേ? ഇവിടെ നേരെ താഴത്തേക്കാം. നീ എങ്ങോട്ടാ നോക്കി? ഇനി നേരെ ഈ സൈഡിലേക്ക് ഒരു അവിടെ അടുത്ത സൂചന ഒരു കുളത്തിൻ്റെ സൂചന കാണിച്ചാൽ അവിടെയാണ്. അപ്പം അവിടെ ആയിരിക്കും. അവിടെയല്ലേ ഒരു കുളമുള്ള? കുളത്തിൻ്റെ അരികിലുണ്ടാവുമായിരിക്കണം. അപ്പം നമുക്ക് കുളത്തിന് ഓടുക.
ആരാ നിധി ഉണ്ടായിട്ടാണ് ഇതിപ്പോൾ ഇറങ്ങിപ്പോ ഇതാണ് നമ്മുടെ കുളം. കുളം കാണിച്ചു കൊടുത്തേ. കുളം ഇവിടെ ഇവിടെ അതിനകത്ത് എവിടെയെങ്കിലും മാർക്ക് ചെയ്തിട്ടുണ്ടോ നോക്കി. അതിനകത്തൊരു ചുമപ്പ് ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നോ? അത് ഇവിടെയല്ല. ഈ ഭാഗത്തായിട്ട് കല്ലിൻ്റെ ഭാഗത്താണ്. ഇതാണ് കല്ല്. ഈ കല്ല് കുപ്പിയുണ്ടല്ലോ. ഇതെന്നെ കുപ്പിയാണോ? അതിൻ്റെ അടിയിൽ കുഴിച്ചിട്ടേക്കുമല്ലോ കുപ്പി. വലിച്ചൂരി എടുക്കാൻ നോക്കി. അതുപോലെ തന്നെ പേപ്പർ. അപ്പം അടുത്തത് ക്ലൂ കിട്ടി. എന്തുണ്ട് ചിഹ്നം എന്താണൊക്കെ എഴുതിയിട്ടുണ്ട്. മീനൊക്കെ ബ്ലാമ്പിക്കൊണ്ട് കിടന്നു. ചൂണ്ടിടാൻ പറ്റിയ നല്ല സ്ഥലം അത്. നിങ്ങൾ വന്ന വഴി തിരിച്ചു പോവുക. തിരിച്ചു പോകണം. നിങ്ങളുടെ കയ്യിലുള്ള ഭൂപടത്തിൽ ഒരു നിറത്തിൽ ഒരു സ്ഥലം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ ചെന്ന് തിരയൂ. ഈ ചിഹ്നമുള്ള സ്ഥലത്ത് കുഴിക്കൂ. നിങ്ങൾക്ക് അത് ലഭിക്കും. നമുക്ക് അടുത്ത സൂചന അടിക്കുന്നു. അപ്പം മാപ്പ് നോക്കി. ഞങ്ങൾ അമ്മ വഴി നിന്ന് കയറി പോകാൻ. നീ മാപ്പ് നോക്കി. മാപ്പിൽ നമ്മൾ അമ്മ വഴി നിന്ന് കയറി പോകാം. എന്നിട്ട് നമുക്ക് നോക്കാം. പോയിന്റ് വന്നേക്കണം. നമ്മൾ അവിടെ നിന്ന് ചാടി വന്നില്ല. കോൺക്രീറ്റ് വഴിയേ അവിടെ നിന്ന് മാപ്പ് വന്നിട്ട് ഇവിടെയാണ് നമ്മുടെ ഡോട്ട് കാണിച്ചേക്കണം. അവിടെ ഒരു ഇൻഡു മാർക്കുണ്ട്. അവിടെ കഴിഞ്ഞ് ഇവിടെ ഒരു ഡോട്ട് ഉണ്ട്. അവിടെ എന്തോ സിമ്പിൾ ഒന്ന് ചെറുതായിട്ടൊന്ന് കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. വഴി നമുക്ക് നേരെ പോകാം. അവിടെ എത്തിയിട്ട് കാണാന്ന. അപ്പം അവിടേക്ക് പോകുന്നത്. അപ്പം ഇതാണ് കയറി. ഇപ്പം നമ്മൾ വന്ന വഴി തന്നെ തിരിച്ച് കയറി പോവാം. അപ്പം ഇനി രാത്രിക്കുള്ളിൽ കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ ഇതാ പന്നി കയറുന്ന ചാൻസ് വരും. കാട്ടിക്കൂടെ പോകണ്ട്. ഇനി അങ്ങോട്ട് പോണേ നോക്കി. നമ്മൾ വന്ന വഴി നമ്മളെ ചാടി വഴി. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പോണേ. മാപ്പ് കാണിച്ചു. അതിനകത്ത് എവിടെ അടയാളപ്പെട്ടു? ഇവിടെ ഉണ്ട്. ഇവിടെ അല്ലേ? ഇവിടെ നമ്മൾ പോയി. ഇല്ല, അവിടെ ഇല്ല. ഇവിടെ നമ്മൾ വന്നു. ഇവിടേക്ക് ഇനി പോകണല്ലേ. ഇവിടെ നമ്മളിപ്പം അടയാളപ്പെടുത്തിയ കളർ വെച്ച് അടയാളപ്പെടുത്തിയ എക്സിന്റെ ഭാഗാ. അടുത്ത അപ്പോൾ ഇങ്ങോട്ട് ഇവിടെ നോക്കണം. അവിടെ ചില ചിഹ്നം ഉണ്ടാവുമായിരിക്കും. ഇപ്പൊ നമ്മൾ നടന്നു വരുമ്പോൾ ഇവിടെ ഒരു ചിഹ്നം കാണുന്നുണ്ട്. നമുക്ക് ഈ ചിഹ്നം ഒന്ന് കുഴിച്ചു നോക്കാം. വേറെ എവിടെ ഇല്ല അല്ലേ?
ഇല്ല. ഇവിടെയാണ് ഇതിനകത്തും കാണിക്കണേ, ഇവിടെയാ. ആ സൈഡിൽ കൂടെ ഒക്കെ ഒന്ന് തോണ്ടി വെക്കേ. കുറെ നാളുകൾക്ക് മുമ്പ് കുഴിച്ചിട്ടേക്കണതാണ് ഇത്. കുഴിച്ചെടുത്തല്ലോ. നിങ്ങളുടെ നേരെ കാണുന്ന പാറയിൽ ഒരു കുളം കാണുവാൻ കഴിയും. അവിടെ നിന്ന് 18 കാലടി നടന്നാൽ ആ നിധി നിങ്ങൾക്ക് ലഭിക്കും. കയറി വരുമ്പോൾ കാണുന്ന കുളത്തിൻ്റെ എതിർവശത്താണ് നിധി ഉള്ളത്. അതാണ് പാറ. നമുക്ക് ഇതുവഴി കറങ്ങി പോകുമ്പോൾ എതിർ നേരെയാന്നല്ലോ പറഞ്ഞേ. ഇതെല്ലാം ചില്ല. ഇവിടെ എല്ലാരും ചില്ലൊക്കെ കൊണ്ടുവരുന്ന സ്ഥലമാണ്. അതുകൊണ്ടാ വേസ്റ്റ് അവിടെ ഫുള്ള് ആൾക്കാർ ഫുള്ള് വേസ്റ്റ് ഇവിടെ കൊണ്ടുവരും. കുഴിച്ചോ അവസാനം വെച്ച് സൂക്ഷേ. ഫൈനലി കിട്ടിയടാ. നമുക്ക് നിന്റെ വീട്ടിൽ പോയി നോക്കാം. നോക്കാം. നമുക്ക് ഇവിടെ നോക്കാം. നമുക്ക് ഒന്ന് കുടഞ്ഞളിയാൽ ഒരു ബ്രഷ് എടുത്തിട്ടുണ്ട്. ഫുള്ള് മണ്ണ് ഇതൊന്ന് മെഴുകോ. പണ്ടത്തെ ആൾക്കാരുടെ ഇതിന് നൂലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടല്ലോ. പണ്ടത്തെ ആൾക്കാർ ഈ സീല പോലെ തേക്കണ ഒരു റെഡ് കളർ സാധനമില്ല, ആ സാധനം കണ്ട അത് നൂലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ബ്രഷ് എടുക്കാം. ഇത് പൊട്ടിച്ചെടുക്കണം, നല്ലതായിരിക്കും. നിലത്തേക്ക് തുറന്നിട്ട് നോക്കണം. അതെല്ലാം നോക്കാം. കുറേ ഇതില്ല ഓല എന്നൊന്നും എഴുതിയിട്ടുണ്ടെന്ന് പക്ഷേ ഓല മോട്ടെ വാഴയുടെ എന്താണെന്ന് തോന്നുന്നു, അറിയില്ല. കൊട കൊട എൻ്റെ കളിയോ ഇത് എൻ്റെ ഇത്ര സാധനം ഇന്നത്തെ ഉണ്ട്. പഴയ പൈസ, പഴയ കുറേ ഓലകളും ഇതൊക്കെ ഇപ്പം എടുക്കൂലെന്ന് തോന്നുന്നു. ഉണ്ടോ ഇതൊക്കെ പണ്ടത്തെ കുറേ പൈസകളോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ പറയുക, ചിലപ്പെങ്കിൽ വിൽക്കും. അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ കൊണ്ട് കൊടുത്താൽ മാറി വാങ്ങിക്കാൻ പറ്റുമോ അറിയില്ല. ബാങ്കിൽ കൊണ്ട് കൊടുത്താൽ മാറി വാങ്ങിക്കാൻ പറ്റുമോ അറിയില്ല. ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചാൽ തരും. ഇത്രയും കോയിൻസാണ് നമുക്ക് കിട്ടിയിരുന്നത്. നമുക്ക് ഈ ഡെപ്പിക്കാത്ത നമുക്ക് ഈ വാഴയുടെ തോന്നുന്നു. ഇതാണ് നമുക്ക് കിട്ടിയ നിധി. ഇതാണ് നമുക്ക് കിട്ടിയ നിധി. നല്ല വെയിറ്റിലാണ് ഈ വാഴയുടെ കൊണ്ട് കളയാത്ത. ഇതാണ് നിധി. നമുക്ക് നിധി കിട്ടിയിട്ടുണ്ട്.